പ്രിയമുള്ളവരെ, ആഗോള സ്വഭാവമുള്ള ആനുകാലിക സംഭവങ്ങളെ മൗലികമായ കാഴ്ചപ്പാടിൽ വിലയിരുത്താനും സംവദിക്കാനുമുള്ള ഒരു വേദിയായാണ് അവർ റിയാക്ഷൻസ് എന്ന സംരംഭം. ശ്രദ്ധിക്കുക, അറിയുക, വിലയിരുത്തുക. ഇന്നത്തെ വിഷയം വിഭജനം, സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. വിഭജന ദിനം. ബഹുമാന്യരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞ ഓഗസ്റ്റ് 15 പതിവ് പോലെ ഡൽഹിയിലെ ചെങ്കോട്ടയിലും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ആസ്ഥാനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ആഘോഷപൂർവ്വം നടക്കുകയുണ്ടായി. എന്നാൽ ഓഗസ്റ്റ് 14 വിഭജന ദിനമായി ഓർമ്മിക്കാൻ ആഗ്രഹിച്ചത് പല കോണുകളിൽ നിന്നും ഇതിനെ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങളുണ്ടായി. എന്തുകൊണ്ട് ഈ വിഭജന ദിനം? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷമായി. ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവില്ല എന്ന് അന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം അന്നുണ്ടാകാതിരിക്കാൻ ആ മാന്യദേഹം കാട്ടിയ ശ്രദ്ധ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണെന്ന് മനസ്സിലായി. അതിനായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ, മുത്തച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, പിന്നെയും ആരൊക്കെയോ കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ 35 കോടി ജനങ്ങൾക്ക് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം. മാത്രമോ, പാകിസ്ഥാൻ എന്ന പേരിൽ വേറെ 10 കോടിക്ക് കൂടി സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അങ്ങനെയുള്ള മഹത്തായ കുടുംബത്തിലെ ഇളമുറ തമ്പുരാനല്ലേ ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം, വിനിയോഗിക്കാം. നോക്കൂ, ജനിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ടും കാണാൻ കഴിയാത്ത ഇന്ത്യ, ലോകം കുറുകയും നെടുകയും പറന്നു കാണുന്ന തമ്പുരാൻ പെട്ടെന്ന് ഇന്ത്യ തെക്കു വടക്ക് നടന്നും കിഴക്ക് പടിഞ്ഞാറ് ഇരുന്നും കിടന്നും സഞ്ചരിച്ചു കണ്ടു. എന്താണ് കണ്ടെത്തിയത്? ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നവർ വോട്ടുകൊള്ള നടത്തി. അറ്റം ബോംബായി, ഹൈഡ്രജൻ ബോംബുകളായി ഇതൊക്കെ പൊട്ടിത്തെറിച്ചു. പല സ്ഥലങ്ങളിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, ബീഹാറിൽ. എന്തായിരുന്നു ഇവിടുത്തെ മതം പൊട്ടിയ ചാനലാദികളുടെ കഴപ്പും കൊഴുപ്പും? എന്താ കാരണം? അതാണ് അവരുടെ സ്വാതന്ത്ര്യം. അടി കൊടുക്കേണ്ടിടത്ത്, അസഭ്യം പറയേണ്ടിടത്ത്, ആ സന്ദർഭത്തിൽ പോലും മര്യാദ പാലിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചതും ആ സ്വാതന്ത്ര്യം തന്നെയാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യം. 1928 അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ അമ്മുമ്മയ്ക്ക് അയച്ച കത്തുകളല്ല ഇന്ത്യൻ ചരിത്രം. അഹമ്മദ് നഗർ ജയിലിന്റെ ശീതളിമയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കണ്ടെത്തിയതു മാത്രവുമല്ല ഇന്ത്യയുടെ ചരിത്രം എന്ന് മനസ്സിലാക്കാൻ മുത്തച്ഛന്റെ പുസ്തകമെങ്കിലും വായിക്കാനുള്ള ആ ഒരു ആഗ്രഹം വേണമായിരുന്നു. ഒരു വിരൽ സ്പർശത്തിൽ ലോകം മുഴുവൻ, ഭൂമിയും മറ്റു ഗോളങ്ങളും എല്ലാം അതിന്റെ ആസുരഭാവത്തോടെ മുന്നിൽ വരുന്ന സാങ്കേതികതയുടെ ലോകത്ത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നടന്നത് ഇന്ത്യയെ കണ്ടെത്താനായിരുന്നില്ല. മറിച്ച് താൻ ഉൾപ്പെടെയുള്ളവർ 60 ആണ്ട് ഭരിച്ചു മുടിച്ച ഇന്ത്യ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു, നരേന്ദ്രമോദി എന്തു ചെയ്തു എന്നറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ ട്രെക്കിങ് കണ്ട് കുറെ പൊട്ടന്മാർ മരപ്പൊട്ടനോടൊപ്പം കൂത്താടി തിമർത്തു. അതല്ലാതെ എന്തു നേട്ടമുണ്ടായി? പ്രതിപക്ഷ നേതാവായി കയ്യാലപ്പുറത്താണ്. വൈദേശിക വിഘടനവാദികളുടെ പണവും വാങ്ങി ഇന്ത്യ എന്റേതു മാത്രമാണെന്നും എന്റെ കുടുംബത്തിൻ്റെതു മാത്രമാണെന്നും കരുതുകയും ഞാൻ രാജാവും മറ്റുള്ളവർ അടിമകളുമാണെന്ന് കരുതുന്ന കൊളോണിയൽ കൾട്ടുമായി നടക്കുന്ന ഇദ്ദേഹം 2-3 തിരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടപ്പെട്ടേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ പൂർവികർ ഇന്ത്യക്കാർക്ക് നേടിക്കൊടുത്തത് എന്ന് മനസ്സിലാക്കാനാണ് ജനങ്ങൾക്കിഷ്ടം. എന്തായിരുന്നു നമുക്ക് ലഭ്യമായ ഈ സ്വാതന്ത്ര്യം? അന്നത്തെ ഇന്ത്യൻ ജനത ആഗ്രഹിച്ച സ്വാതന്ത്ര്യമാണോ നമുക്ക് ലഭ്യമായത്? അതിൽ അന്നത്തെ ഇന്ത്യക്കാർ സംതൃപ്തരായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ അന്നുയർന്നതുപോലെ തന്നെ ഇന്നും ഉയർന്നു നിൽക്കുന്നു. ഈ 80ാം വർഷത്തിലേക്ക് നടക്കുമ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നതാണ് സത്യം. സ്വാതന്ത്ര്യവും അതിന്റെ പ്രായോഗികതയും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും രാജ്യ താൽപര്യത്തിലും എങ്ങനെ നടപ്പിലാകുന്നു എന്നത് ഇന്നും ചോദ്യമായി അവശേഷിക്കുന്നു. വൈദേശിക രാജ്യത്തിന്റെ അധീശത്വത്തിൽ നിന്നും സ്വയം പര്യാപ്തതയിലേക്കോ സ്വയം ഭരണത്തിലേക്കോ ഉള്ള വാതിൽപ്പടിയായിരുന്നു 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലെ പ്രഖ്യാപനം എന്ന് കരുതുന്നവർ ആണ് കൂടുതൽ. ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭാരതവർഷം രണ്ടായി. 1905
കഴ്സൺ പ്രഭുവിന് സാധിക്കാത്തത് 1947 മൗണ്ട് ബാറ്റണും ക്ലമന്റ് ആറ്റ്ലിയും നിസ്സാരമായി നടപ്പിലാക്കി. എങ്ങനെ? കോൺഗ്രസുകാർ ഇന്നും ആദരിച്ച് അവഹേളിക്കുന്ന ഗാന്ധിജിയുടെ വാക്കുകൾക്ക് അല്പം പോലും ബഹുമാനം നൽകാതെ, ജീവത്യാഗം ചെയ്തവരെ സ്മരിക്കാതെ, ഖിലാഫത്തിന്റെ തണലിൽ വളർന്നു പന്തലിച്ച ഹിന്ദു മുസ്ലിം മതവൈരം കത്തിച്ചുയർത്തിയാണ് ഈ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നേടിയെടുത്തത് എന്ന് പറയുന്നത്. നെഹ്റു ജിന്ന എന്ന അധികാര തർക്കം രൂക്ഷമാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിൽ സാമ്പത്തികമായി തകർന്ന ബ്രിട്ടന് ഇന്ത്യ പോലെയുള്ള കോളനി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാലും അന്നത്തെ പുത്തൻ ലോകക്രമത്തിൽ പുതിയ രാഷ്ട്രാവബോധവും സ്വാതന്ത്ര്യ സമരവും പുതിയ തലത്തിലേക്ക് നീങ്ങിയതിനാലും അവർ വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഒരിക്കലും ഉയർന്നു വരാൻ ഇടയില്ലാത്ത വിധം ശിഥിലമാക്കി തന്നെയാവാം അത് എന്ന തീരുമാനം ആറ്റ്ലിയും മൗണ്ട് ബാറ്റനും രാജ്ഞിയും തീരുമാനിക്കുകയായിരുന്നു. മതമൗലികതയും ഇസ്ലാമിക രാഷ്ട്ര സിദ്ധാന്തവും ഖിലാഫത്തും ചേർത്തുവെച്ച് സയ്യിദ് അഹമ്മദ് ഖാൻ ഉയർത്തിയ ദ്വിരാഷ്ട്രവാദം ജിന്ന ഏറ്റുപിടിക്കുകയും അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ നെഹ്റുവും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുകയും ഗാന്ധിജിയെപ്പോലുള്ളവരെ വശംവദരാക്കുകയോ ഭീഷണിപ്പെടുത്തിയോ നേടിയ വിഭജന ദിനമാണ്, വിഭജന സ്വാതന്ത്ര്യമാണ് നാം നേടിയിട്ടുള്ളത്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്വാതന്ത്ര്യ ദിനം. ശരിക്കും ഭാരതീയർക്ക് ഇത് വിഭജന ദിനമാണ്. അധികാരത്തിനു വേണ്ടി മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഭാരതം ആഘോഷിക്കേണ്ടത് വിഭജന ദിനം തന്നെയാണ്. നോക്കൂ, ഈ കടന്നുപോയ സ്വാതന്ത്ര്യ ദിനം 140 കോടി ഭാരതീയർ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനം അവരുടെ ആത്മാഭിമാനത്തിന്റെ ചാരിതാർത്ഥ്യം ലോകത്തിനു മുന്നിൽ ഉയർത്തപ്പെടുമ്പോൾ പോക്കറ്റിലും വാലറ്റിലും ഭരണഘടന ചുമക്കുന്ന ജനാധിപത്യത്തിന്റെ നേരവകാശികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രഥമ പ്രധാനമന്ത്രിയുടെ പ്രപൗത്രൻ നേതൃസ്ഥാനം അലങ്കരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രതിനിധിയായി ഇന്നറിയപ്പെടുന്ന ഒരുവരും തന്നെ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ചുവപ്പുകോട്ടയിൽ പങ്കെടുത്തില്ല എന്നതാണ് സത്യം. എന്താണ് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? ഇത്രയും മോശപ്പെട്ട മാനസികാവസ്ഥയിലുള്ള വ്യക്തികളാണ് ഈ പ്രസ്ഥാനം നയിക്കുന്നതെങ്കിൽ, ഇവരാണോ രാഷ്ട്രത്തിന്റെ ഭരണം ലഭിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഛിന്ന ഭിന്നമായി തീരും ഈ രാഷ്ട്രം എന്നുള്ളത്. അവശിഷ്ട സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കാൻ പോലും പ്രാപ്തമാകാത്ത വിധം ദുർബലവും വികൃതവുമാണ് അവരുടെ പ്രവർത്തന ശൈലി. ഇക്കഴിഞ്ഞ പല സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും അവർ ഉണ്ടാക്കിയ മുന്നണികളും അവരുടെ പ്രചരണ പരിപാടികളും പരാജയങ്ങളും തുടർന്നുണ്ടാകുന്ന ആരോപണങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ആശയങ്ങളില്ലാത്തവരോ അപ്രായോഗിക ആശയങ്ങളോ അവസരവാദികളോ അധമ ചിന്താഗതിക്കാരോ അധോലോക പ്രവർത്തകരോ അരാഷ്ട്രീയക്കാരോ ഭീകരവാദികളോ അയൽപക്കത്തുള്ള ശത്രുരാജ്യ പ്രേമികളോ ഒക്കെയാണ് അവരുടെ മുന്നണിയിലുള്ളത്. അത് അങ്ങനെയാവണം എന്ന് ഭരണഘടന പോക്കറ്റിലിട്ട് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. ഇക്കഴിഞ്ഞ 79 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ നയിച്ചവരാണവർ. എന്തായിരുന്നു അവരുടെ നേട്ടങ്ങൾ? കൂട്ടങ്ങളായിരുന്നു കൂടുതൽ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. എന്നാൽ അവർ ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ പര്യാപ്തമായില്ല. ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, ദൂരക്കാഴ്ചകളില്ലാതെ സൃഷ്ടിക്കപ്പെട്ട പദ്ധതികൾ പോലും പകുതി വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിയാതെ, പക്ഷപാതവും അധികാരക്കൊതിയും രാഷ്ട്രീയക്കാരുടെ അഴിമതിയും മതവർഗീയതയും ജാതി പ്രീണനവും ഒക്കെ ചേർന്ന് രാജ്യ പുരോഗതിയെ പുറകോട്ട് വലിക്കുകയായിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും മേൽ കൈകടത്തുകയും ഭൂരിപക്ഷ സമൂഹത്തിനെ കൂട്ടിച്ചേർത്ത മതേതരത്വത്തിലൂടെ അവഹേളിക്കുകയും അടിച്ചമർത്തുകയും മതവിദ്വേഷവും സ്പർദ്ധയും വളർത്തി കുടുംബാധികാരം ഊട്ടി ഉറപ്പിക്കുവാനുള്ള വോട്ട് തന്ത്രം മാത്രമായിരുന്നു, പ്രചരണ തന്ത്രം മാത്രമായിരുന്നു അവർക്ക് പദ്ധതി പ്രഖ്യാപനങ്ങളും മാനിഫെസ്റ്റോകളും ഒക്കെ. ഭരണഘടനാ ഭേദഗതികൾ നടപ്പിൽ വരുത്തി, അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച്, യുദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തി, നിർബന്ധിത വന്ധ്യംകരണം, ചേരികൾ ഇടിച്ചു നിരത്തൽ, അനധികൃത രാഷ്ട്രീയ അറസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ, ബൂത്ത് പിടിച്ചെടുക്കൽ, ബാലറ്റ് വെട്ടി തട്ടിക്കൊണ്ടുപോകൽ, രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തൽ, എന്തിനേറെ ചരിത്രം വരെ സ്വന്തമായിട്ട് എഴുതി മണ്ണിൽ കുഴിച്ചിട്ടവർ. ഇവർക്കാണോ സ്വാതന്ത്ര്യദിനവും സ്വാഭിമാനബോധവും ഒക്കെ ഉണ്ടാകുക? 5ാം വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ വളർച്ചയുമായി താരതമ്യപ്പെടുത്തിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ച എല്ലാ രംഗത്തും വളരെ പിറകിലായിരുന്നു എന്ന് കാണാം. ഏകദേശം അരനൂറ്റാണ്ട് ഇന്ത്യയെ പിറകിലാക്കിയതിൽ പരമപ്രധാനമായ പങ്കാണ് കോൺഗ്രസും അതിന്റെ ഭരണകർത്താക്കളായിട്ടുള്ള നേതാക്കന്മാരും നടത്തിയിട്ടുള്ളത്.
പരീക്ഷണ ഭരണകൂടങ്ങൾ അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഭാരതീയർ സ്വതന്ത്രരായോ? നിരവധി ബന്ധനങ്ങളുടെ ഇടയിൽ ഞെരിപിരികൊള്ളുകയാണ് ഓരോ ഇന്ത്യൻ പൗരനും. ആബാലവൃദ്ധം ജനങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിൽ, തൊഴിലിടങ്ങളിൽ, സർക്കാർ ഓഫീസുകളിൽ, നീതിന്യായ സംവിധാനങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, വ്യവസായത്തിൽ, കൃഷിയിൽ, ആരോഗ്യ സംവിധാനങ്ങളിൽ, ഭരണത്തിൽ, ആചാരങ്ങളിൽ, ആരാധനകളിൽ, ആത്മീയ തലങ്ങളിൽ, ആഘോഷങ്ങളിൽ, സഞ്ചരിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, വസ്ത്രം ധരിക്കുന്നതിൽ, ആടുന്നതിൽ, പാടുന്നതിൽ, കൂടുന്നതിൽ, എഴുതുന്നതിൽ, വായനയിൽ, ഭക്ഷിക്കുന്നതിൽ എന്ന് വേണ്ട മരിച്ചടക്കുന്നതിൽ പോലും ബന്ധനമുക്തമായ ഏത് തലമാണിന്നുള്ളത്? ഇതാണോ സ്വരാജ്യം, സ്വാതന്ത്ര്യം നാം ആഘോഷിച്ചത്, ആഘോഷിക്കാൻ പോകുന്നത്? സ്വയം ഭരണവും സ്വയം പര്യാപ്തതയും സ്വാതന്ത്ര്യവും വ്യത്യസ്തങ്ങളാണെന്നാണ് എൻ്റെ ധാരണ. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ സ്വയം പര്യാപ്തതയെ സ്വാതന്ത്ര്യമെന്ന് വിളിക്കാം. അങ്ങനെ ഉള്ള സമൂഹങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യം സ്വതന്ത്രമായെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല, അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസുമല്ല. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യവും ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ന ഹിന്ദു രാജ്യവും നിലവിൽ വന്നു. അതിനാൽ തന്നെ ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത വിധം ഇന്ത്യയുടെ ഭരണസാരഥ്യം ഹൈന്ദവ സമൂഹത്തിൽ അധിഷ്ഠിതമാണ് താൻ. അത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ടവരാണ്, എതിർക്കുക തന്നെ വേണം. അതിനാണ് ഈ സ്വാതന്ത്ര്യം. ഏതെങ്കിലും ഇന്ത്യക്കാരൻ പറഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാനുള്ള സ്വാതന്ത്ര്യമാണത്. അതിനെ രാഷ്ട്രീയമായി പോലും എതിർക്കാൻ ആർക്കാണ് അവകാശം? ഭൂലോകത്തിന്റെ 1/6 ഭരിച്ചിരുന്നതോ നയിച്ചിരുന്നതോ ആയ ഭാരത ചക്രവർത്തിമാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. പുരാണങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോ പുരാവസ്തു രേഖകളുടെയോ അടിസ്ഥാനത്തിൽ കന്യാകുമാരി മുതൽ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ വരെയോ യൂറേഷ്യ വരെയോ വ്യാപിച്ചിരുന്ന ഈ സാമ്രാജ്യവും സംസ്കാരവും മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യപരമായും സാഹിത്യപരമായും ശാസ്ത്രീയപരമായും സാംസ്കാരികപരമായും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും മൂല്യങ്ങളും അക്കാലത്ത് ഉണ്ടായിരുന്നവരാണ് അവരെന്നും മനസ്സിലാക്കാമായിരുന്നു. അതിൻ്റെ നശീകരണത്തിനോ ഇല്ലാതാകലിനോ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് പഠനവിധേയമായി കൊണ്ടിരിക്കുന്നു. എന്തായാലും സനാതനധർമ്മ അധിഷ്ഠിതമായ ആ പുഷ്കല കാലത്തിൽ നിന്നും ശൈഥില്യത്തിന്റെ ദുഷ്കര കാലഘട്ടത്തിൽ സാമ്രാജ്യം ഛിന്ന ഭിന്നമായപ്പോഴും ഭാരതവർഷം അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി നിലനിന്നിരുന്നു. എപ്പോൾ വരെയെന്ന ചിന്തിച്ചാൽ സനാതന മൂല്യങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ അക്കാലത്തെ പ്രാദേശിക നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ കാലഘട്ടം വരെ. അഹങ്കാരവും ചക്രവർത്തിപദ മോഹവും ഒക്കെ തന്നെ അതിന് കാരണങ്ങളായേക്കാം. യോഗ്യതയില്ലാത്തവരുടെ കരങ്ങളിലേക്ക് അധികാരമെത്തിയപ്പോൾ ആസുരശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടാകുകയും കള്ളന്മാരും കൊള്ളക്കാരും നാടുകടത്തപ്പെട്ട കുറ്റവാളികളും സമാധാനത്തിൽ വർദ്ധിച്ചിരുന്ന സനാതനധർമ്മികളെ കീഴടക്കുകയും കൊള്ളയും കൊള്ളിവയ്പും കൊലപാതകവും തുടങ്ങിയ ഹീനപ്രവൃത്തികളിലൂടെ പ്രദേശങ്ങൾ കീഴടക്കി. തുടർന്ന് ഭരണാധികാരങ്ങൾ കൈക്കലാക്കി പുത്തൻ രാജവംശങ്ങൾ എന്ന പേരിൽ ഉദയം ചെയ്തു. അവർ ഭാരതത്തിനെയും സനാതനധർമ്മ വിശ്വാസികളായ ഹൈന്ദവ ജനതയെയും അടിമത്തത്തിന് കീഴിലാക്കി. മുസ്ലിം നാമധാരികളായവർ കൊള്ളക്കാർ ബലമായ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകി. കച്ചവടത്തിന് വന്ന യൂറോപ്യന്മാർ കോളനികൾ സൃഷ്ടിച്ച് മറ്റൊരു വിധത്തിൽ മതപരിവർത്തനം നടത്തി. അത്തരത്തിൽ കുറെ ജനസമൂഹം സനാതനങ്ങളായ വിശ്വാസികളല്ലാത്ത കള്ളനാണയങ്ങളായ പ്രവാചകന്മാരോ പ്രബോധകന്മാരോ ആയ വ്യക്തികളുടെ അഭിപ്രായങ്ങളുടെയോ അവരുടെ ചിന്താഗതികളിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ട സനാതന ധർമ്മ സാമ്യമുള്ള വചനങ്ങളിലോ ഘോഷണങ്ങളിലോ ആകർഷരാകപ്പെടുകയോ ചെയ്തതാണ് ലോകത്തിലെ മറ്റ് സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ. എന്തായാലും മതങ്ങളുടെ പഴക്കത്തിന്റെ ഫോസിലുകൾ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാകുമ്പോൾ സനാതനധർമ്മത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും പഴക്കം എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും എത്രയോ 1000 സംവത്സരങ്ങൾ കഴിയണം. അവയൊക്കെ 10,000-ഓ 15,000-ഓ എന്ന് ശാസ്ത്രം ഇത്രയും വികസിച്ച കാലത്ത് പോലും കണ്ടുപിടിക്കാനായിട്ടില്ല എന്നതാണ് സത്യം. ഈ സത്യം പോലും കേവലം മനസ്സിലാക്കാതെ നേരിട്ട് തന്നെ പറയട്ടെ, മുസ്ലിം ക്രിസ്തു മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ഒരു ന്യൂനപക്ഷ രാജ്യദ്രോഹികൾ ഭരണഘടനയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവശിഷ്ട ഭാരതത്തിന്റെ പരമാധികാരത്തിന് വില പറയുന്നു. ഇതിനാണോ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടത്? ഒരുവൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം, സനാതനധർമ്മ വിശ്വാസിയായാൽ അത് മതതീവ്രവാദം.
അവൻ വിളക്ക് കൊളുത്തിയാൽ, നാമജപം നടത്തിയാൽ മതേതരത്വത്തിന് ഭീഷണി, തീവ്രവാദം. ക്ഷേത്രങ്ങളിൽ പുലർച്ചെയും സായാഹ്നങ്ങളിലും ഭജന ചൊല്ലിയാൽ ശബ്ദശല്യം, അന്തരീക്ഷ മലിനീകരണം. ഇന്നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ ഇതിനാണോ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം? അതോ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, എക്സ്ട്രീം മുസ്ലിം, ക്രിസ്ത്യൻ ബാന്ധവമോ? ഭാരതീയ ഭൂരിപക്ഷ മതത്തിനെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും അസ്ഥിരപ്പെടുത്താനും ഇല്ലാതാക്കാൻ തന്നെയുള്ള ഗൂഢപദ്ധതിയാണോ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം? ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുസ്ലിമിന് തോന്നുന്നിടങ്ങളിൽ പള്ളി പണിയാം, തൈക്കാവുകൾ വയ്ക്കാം, മദ്രസകൾ വയ്ക്കാം, ഉച്ചത്തിൽ എപ്പോഴും അറബിയിൽ ബാങ്ക് വിളിക്കാം, ഹലാലാൽ ബോർഡുകൾ വയ്ക്കാം, പരസ്യ നമസ്കാരങ്ങൾ നടത്താം, തലയും മുഖവും ശരിച്ച് പർദ്ദയും ഹിജാബും ധരിക്കാം, പാതയോരങ്ങൾ കയ്യേറി കടകൾ പണിയാം, കച്ചവടം നടത്താം. ഏത് നിയമങ്ങളെയും അവന് മറികടക്കാം. ക്രിസ്ത്യാനികൾക്ക് മണിമുഴക്കാം, രാസ നടത്താം, വചനഘോഷങ്ങളാകാം, മുക്കിനും രോഗശാന്തി ശുശ്രൂഷകൾ നടത്താം, കുരിശടികൾ പണിയാം, മെഴുകുതിരികൾ കൊളുത്താം. ഇവർ ഇരുകൂട്ടർക്കും ഒറ്റയായും കൂട്ടമായും മതപരിവർത്തനം നടത്താം, വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാം, എന്തും ചെയ്യാം. എല്ലാം മതേതരത്വം സുരക്ഷിതം. ഹിന്ദു നാമം ചൊല്ലിയാൽ, വിളക്ക് കൊളുത്തിയാൽ, കറുപ്പോ കാവ്യോ ധരിച്ചാൽ, ബാലഗോകുലം നടത്തിയാൽ, ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിച്ചാൽ, പാദപൂജ നടത്തിയാൽ, ഭാരതാംബയെ പൂജിച്ചാൽ, ധ്വജപ്രണാമം നടത്തിയാൽ, കൈകൂപ്പിയാൽ, സാഷ്ടാംഗം നമസ്കാരം നടത്തിയാൽ, യോഗ ചെയ്താൽ, കീർത്തനങ്ങളും മന്ത്രങ്ങളും ചൊല്ലിയാൽ ഭരണഘടനാ വിരുദ്ധം, മതേതര സങ്കല്പത്തിന് വിരുദ്ധം, ഭൂരിപക്ഷ വർഗീയത. ഇതിനാണോ 1947 ഓഗസ്റ്റ് 15 നാം നേടിയ സ്വാതന്ത്ര്യം? നാം പഠിച്ച, അല്ലെങ്കിൽ നിർബന്ധിതമായി പഠിപ്പിച്ച ചരിത്ര പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, ലോകത്തറിയപ്പെടുന്ന സംസ്കാരങ്ങളുടെ മുൻപന്തിയിലായിരുന്നു ഹിന്ദു സംസ്കാരം അഥവാ സിന്ധു സംസ്കാരം. മറ്റു സംസ്കാരങ്ങളുടെ നേർവഴികളിൽ എവിടെയും സെമറ്റിക് മതങ്ങളുടെ തിരുശേഷിപ്പുകളോ തിരുവസ്ത്രങ്ങളോ തിരുമുടിയോ കാണാനോ കേൾക്കാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം വിസ്മരിക്കരുത്. പലവിധ സാംസ്കാരിക മിശ്രണങ്ങളിലൂടെ പ്രബലമായതാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയാനാണ് ഇഷ്ടം. അങ്ങനെ അല്ല എങ്കിൽ തന്നെയും ഗുപ്തരും മൗര്യരും വളർത്തിയ സംസ്കാരം, ശകന്മാരും കുശാനന്മാരും ഹൂണന്മാരും അറബികളും യൂറോപ്യന്മാരും ആക്രമിച്ചും തളർത്തിയും നശിപ്പിച്ചും പലവിധ അധിനിവേശങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് ഈ സംസ്കാരം. വേദ സംസ്കാരം വേദിക് കാലഘട്ടം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഏറ്റവും പുരാതനമായ സംസ്കാരം. ലോകത്തിന്റെ അറിവിന്റെ ആധാരശില തന്നെ എൻ്റെ ഭാരതം എന്ന അഭിമാനമാണ് ഉള്ളത്. തക്ഷശിലയും നളന്തയും ഈ സംസ്കാരത്തിൻ്റെതെന്ന് വെളിപ്പെടുമ്പോൾ അത് നശിപ്പിച്ചവർ, കൊള്ളയടിച്ചവർ, തീയിട്ടവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അഭിനവ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേലങ്കിയിൽ അതും ഒരു കറുത്ത പാടായി നിലകൊള്ളുക തന്നെ ചെയ്യും. ആ ശേഷിപ്പുകൾ, അറിവുകൾ മറ്റു മതങ്ങൾക്ക് ഊടും പാവുമായി എന്ന് മാത്രം. വേദസൂക്തങ്ങളുടെയോ ഭാരതീയ പുരാണങ്ങളുടെയോ ചില ഭാഗങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ് സനാതന ധർമ്മ പ്രയോക്താക്കളായ ഹിന്ദുമതം ഒഴിച്ചിട്ടുള്ള മറ്റു പ്രവാചക മതങ്ങളുടെ അടിസ്ഥാന ആശയങ്ങൾ. അത് വ്യക്തിപരമായി അധികാരവർഗത്തിന് സുരക്ഷിതമാക്കാനുള്ള അടിമവർഗങ്ങളെ സൃഷ്ടിക്കലായിരുന്നു. മൗലികമായതോ തനതായതായ ഒന്നും തന്നെ ഇത്തരം പ്രവാചക മതങ്ങൾക്ക് അന്നുമില്ല, ഇന്നുമില്ല. കാലഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തോ കരുതലോ കാതലോ ഇവയ്ക്കില്ല. പിരിനാളത്തിന്റെ മുന്നിലെ തീപ്പാറ്റകൾ മാത്രമാണിവ. മതമേധാവികളുടെയും രാഷ്ട്രീയക്കാരുടെയും വലയിൽ അകപ്പെട്ടുപോയ, തീവ്ര ആശയങ്ങൾക്ക് അടിമപ്പെട്ടുപോയ, തിരിച്ചു വരാൻ സമയം ആവശ്യമുള്ളവരാണവർ. നിരപരാധികൾ കൂടി ഇതിൽ പെട്ടുപോകുമെന്നതാണ് വ്യസനമുണ്ടാക്കുന്നത്. നിരപരാധികളായ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരുണ്ട് ഇതുമായി ബന്ധപ്പെടാത്തത്. അവർ ഹിന്ദുക്കളുമായും മറ്റെല്ലാവരുമായും സൗഹൃദത്തിൽ കഴിയുന്നവർ. അവരെപ്പോലും വഴിതെറ്റിക്കുന്നത് ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള കുറെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ്. മതത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ആരാധനയെയോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. സുഹൃത്തുക്കളെ, നിരപരാധികളായ നിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ അപരമതസ്ഥരെ അവഹേളിക്കുന്ന തരത്തിലായാൽ അവർക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ. സഹിഷ്ണുതയുടെ കാലം കഴിഞ്ഞു. പണ്ടാരോ പറഞ്ഞതുപോലെ പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്നുള്ളതാണ് ഹിന്ദുവിന്റെ ഇന്നത്തെ രീതി. സഹിഷ്ണുതയുടെയും കാലം കഴിഞ്ഞു. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടും വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനമാണത്. നോക്കൂ, ഭാരതം ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചു, എവിടെയെങ്കിലും ഭീകരപ്രവർത്തനത്തിന് ആളെ അയച്ചു, ഫണ്ട് കൊടുത്തു, വിഭജനാനന്തരം ഉണ്ടായ അയൽ രാജ്യങ്ങളിൽ നിന്ന്
അനധികൃതമായി ഇവിടെ നുഴഞ്ഞു കയറണ്ട എന്ന് പറഞ്ഞത് തെറ്റാണ്. നിയമപരമായി വരാമല്ലോ. ഒരു രാജ്യാന്തര നിയമങ്ങളും ഇക്കാര്യത്തിൽ ഇന്ത്യ പാലിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. സഹായങ്ങൾ മാത്രം അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. ഏഷ്യയിൽ മാത്രമല്ല, മറ്റു ഭൂഖണ്ഡങ്ങളിലും. അവിടങ്ങളിലെ സംസ്കാരം തൽക്കാലം ഇവിടെ ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഭാരതത്തിന്റെ ഭൂമികയിൽ സ്വാതന്ത്ര്യാനന്തരം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗധേയം നിർണയിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടുത്തെ ഗവൺമെന്റാണ്. നിയമപരമായി നടപ്പിൽ വരുത്തുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതോ മതസ്ഥാപനങ്ങളുടെയോ താൽപര്യത്തിനും തിട്ടൂരത്തിനും അടിസ്ഥാനപ്പെടുത്തിയല്ല അത് രൂപീകരിക്കുന്നത്. ഭരണഘടനാനുസൃതമായാണ് അത് രൂപപ്പെടുക. അതിന് പ്രാപ്തിയുള്ള ഭരണകൂടമാണിന്ന് ഇന്ത്യയെ നയിക്കുന്നത്. 60 ആണ്ടുകളുടെ വളർച്ചാ മുരടിപ്പിൽ നിന്നും രാജ്യത്തെ ത്വരിതവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയാണവർ. വിഭജന ദിനം ഓർമ്മിക്കപ്പെടുന്നതിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ജനത ആഗ്രഹിച്ചതേ അല്ലത്, മറിച്ച് അധികാരത്തിന്റെ, മതഭ്രാന്തിന്റെ, മറ്റൊരു കീഴ്പ്പെടുത്തലിന്റെ ശ്രമമായിരുന്നു. ഹൈന്ദവരുടെ സ്വാഭിമാന ബോധം തകർക്കുവാനുള്ള ശ്രമമായിരുന്നു. അശാന്തി വിതയ്ക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. കോൺഗ്രസ് എന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അധികാരമോഹികളായ രാഷ്ട്രീയ നേതൃത്വം അതിന് കൂട്ടുനിന്നു. ഇന്ത്യൻ ജനതയെ അറിയാതെ വിഭജന കരാർ ഒപ്പിട്ടു. നോക്കൂ, അന്നത്തെ ഇന്ത്യയിലെ ഏതാനും ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്മാർ, രാജ്യസ്നേഹികളായവർ, ഖിലാഫത്തിനെ എതിർത്തിരുന്നവർ, മതപരിവർത്തനങ്ങളെ എതിർത്തിരുന്നവർ, സ്വാതന്ത്ര്യ സമര തൽപരരായ രാജ്യസ്നേഹികളായവർ, അവരൊഴിച്ച് എത്ര പേർ ഈ മതത്തിൽ നിന്നും ഈ മതങ്ങളിൽ നിന്നും സമര തൽപരരായി പങ്കെടുത്തു. അപ്പോൾ ജീവൻ ത്യജിച്ച് എണ്ണമറ്റ ഹിന്ദുക്കളുടെ വികാരത്തിന് ഒരു പ്രാധാന്യവും നൽകാതെ ഏകപക്ഷീയമായാണ് വിഭജനം തീരുമാനിക്കുന്നതും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിഭജന ദിനമാണ് ഓർമ്മിക്കേണ്ടത്. സ്വാതന്ത്ര്യം ഇനിയാണ് നാം നേടേണ്ടത്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഭക്ഷ്യ സ്വാതന്ത്ര്യം, ആരോഗ്യ സ്വാതന്ത്ര്യം, വ്യാവസായിക സ്വാതന്ത്ര്യം, സാംസ്കാരിക സ്വാതന്ത്ര്യം, കായിക സ്വാതന്ത്ര്യം, അങ്ങനെയെല്ലാം അതിൻ്റെ പരിശ്രമത്തിലാണ് നാം. മുൻപ് സ്വാതന്ത്ര്യത്തിന് എതിരായിരുന്ന എല്ലാവരും തന്നെ ഇന്നും അതിന് എതിരാണെന്നുള്ളതാണ് സത്യം. കോൺഗ്രസുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, മുസ്ലിം മതമൗലികവാദികൾ, ക്രിസ്ത്യൻ മതപരിവർത്തനവാദികൾ, രാജ്യത്തിനും അകത്തും പുറത്തും വസിക്കുന്ന വിധ്വംസക വിഘടനവാദികൾ, രാജ്യത്തിന് സ്ഫോടനങ്ങൾ തീർക്കുന്നവർ, സൈന്യത്തിനെ ആക്രമിക്കുന്നവർ, അധിക്ഷേപിക്കുന്നവർ, രാഷ്ട്ര നേതാക്കന്മാരെ വധിക്കുക, അത്തരം നേതാക്കന്മാരെ വധിക്കുക, ഇവരുമായിട്ടൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നീങ്ങാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം സംഭാവന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി അത്യധ്വാനം ചെയ്യുന്ന രാജ്യസ്നേഹികൾ ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ വിരളി പൂണ്ട് ഇനി ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന നിരാശയിൽ ഏറ്റവും മോശപ്പെട്ട മത, ജാതി, വർഗീയതകൾ എടുത്ത് ഭരണഘടനയിലെ കൂട്ടിച്ചേർത്ത മതേതര മേമ്പൊടിയാക്കി സനാതനധർമ്മത്തെയും ഹിന്ദുമതത്തിനെയും അവഹേളിച്ച് അധികാരം കൈയാളാം എന്ന് ധരിക്കേണ്ട. ഇന്ത്യയിലുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണെന്നും അവരിൽ വിവിധ ജാതി മത വിശ്വാസികളാകുമെന്നും അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും ഭരണഘടനാനുസൃതം സംരക്ഷിക്കപ്പെടുമെന്നും ഈ ഭരണകൂടം ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഉറപ്പ് പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാകണം. മതത്തിന്റെ പേരിലുള്ള സംവരണങ്ങൾ ഇല്ലാതാകണം. അതിർത്തിയിലെ രാജ്യത്തേക്കുള്ള നുഴഞ്ഞു കയറ്റങ്ങൾ അവസാനിക്കണം. രാജ്യത്ത് നുഴഞ്ഞു കയറിയവരെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഒരു ബാധ്യതയുമില്ല. അവർ പുറത്തു പോകണം. അവരുണ്ടാകാൻ കാരണം കോൺഗ്രസും അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരമോഹവും മാത്രമാണ്. കള്ളക്കളികളും അതോടൊപ്പം രാജ്യാന്തര ശക്തികളുടെ നിഗൂഢമായ ഇന്ത്യയെ തകർക്കൽ അജണ്ടയുമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇതിനാവശ്യമാണ്. വഖഫുകൾ, പള്ളികൾ, മദ്രസകൾ, ഭീകര പ്രവർത്തനത്തിന്റെ ഉറവിടങ്ങളായ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, ഇവയെ കണ്ടെത്തി നിർത്തലാക്കേണ്ടത്, പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. അനധികൃതമെങ്കിൽ അത് നിർത്തലാക്കണം. ഒരു മതത്തിന്റെയും മൗലികവാദം ഈ രാജ്യത്തിന് ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർ സഹകരണത്തിലാണ്. വിഭജനാനന്തരം ഇന്ത്യയിൽ പൊട്ടിപ്പടർന്ന ലഹളകൾക്ക് കാരണക്കാർ ഈ സ്വാതന്ത്ര്യം എന്ന പദം നിയമവിധേയമാക്കിയവർ തന്നെയാണ്. തുടർന്നുണ്ടായ നിരപരാധികളുടെ കൊലയ്ക്കും ഉത്തരം പറയേണ്ടവർ അവരാണ്, ആ നേതാക്കന്മാരാണ്. അവർ അത് ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരകാലത്തെ കൂട്ടക്കൊലകളെയും നിർബന്ധിത മതപരിവർത്തനങ്ങളെയും കലാപങ്ങളെയും ലഹളയെയും നിർലജ്ജം സ്വാതന്ത്ര്യ സമരമാക്കിയ ചരിത്ര വിദ്വാൻമാർ ഇവിടെയുണ്ട്.
ഇവരുണ്ടാക്കിയ ചരിത്രങ്ങൾ ഗാന്ധിജിയുടെ കൊലപാതകം പോലും യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല മതസാരവും ഏകമെന്ന് പറഞ്ഞ സന്യാസി ഇന്ത്യയിലാണ്. സനാതനധർമ്മിയാണ്, കർമ്മിയാണ്. ഇന്നും ജീവിക്കുന്നവരാണ് അവർ മനുഷ്യന്റെ മനസ്സുകളിൽ. ജനാധിപത്യ പ്രക്രിയയുടെ ഊടുവഴികളിലൂടെ അധികാരം നിലനിർത്തിയിരുന്ന ഒരു പാർട്ടി ഈ രാജ്യത്തിന്റെ അതിബൃഹത്തായ പ്രക്രിയയ്ക്ക് മേൽ നടത്തുന്ന കയ്യേറ്റം കാണുമ്പോൾ സത്യത്തിൽ പണ്ടാരോ പറഞ്ഞതുപോലെ അടുപ്പ് കത്തിക്കാൻ അമ്മ അനുവാദം കൊടുക്കാത്തതിന് അടുപ്പിൽ അപ്പിയിട്ടതുപോലെയാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയും അവരുടെ സഖ്യന്മാരുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കുറ്റമറ്റതാകേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് അതറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തു പറഞ്ഞാലും രാഷ്ട്രീയം ഏതായാലും വിശ്വാസം ഏതായാലും ഭാരതത്തിൽ താമസിച്ച് ജീവിക്കുന്നവർ ഭാരതീയരാണ്. അവൻ ഏത് മതസ്ഥനായിരുന്നാലും ഏത് ജാതിയിൽ പിറന്നവനായിരുന്നാലും മതമില്ലാത്തവരായിരുന്നാലും കപട കമ്മ്യൂണിസ്റ്റുകളായാലും ഭാരതാംബയുടെ മക്കളാണ്. അവർ വന്ദേമാതരവും ജനഗണമനയും പാടുക തന്നെ വേണം. അങ്ങനെ അല്ലാത്തവർ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും. അത്തരക്കാരും വിധ്വംസക പ്രവർത്തകരും ഒഴിച്ചുള്ള എല്ലാവരുടെയും ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ പൂർണ്ണമായും സൗജന്യമാക്കുകയും താമസം, തൊഴിൽ, വ്യക്തിസ്വാതന്ത്ര്യം എന്നിവ നിയമപരമായ നിയന്ത്രണങ്ങളുടെ സാധ്യതമാകുമ്പോൾ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ സനാതനധർമ്മം എന്ന ലക്ഷ്യം സാധ്യതമാകുകയുള്ളൂ. വസുദൈവ കുടുംബകം സാധ്യതമാകുകയുള്ളൂ. പരമവൈഭവമുള്ള ജനതയുണ്ടാകുകയുള്ളൂ. അതിനായി നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വന്ദേ മാതരം. നന്ദി, നമസ്കാരം.